എൻ്റെ പേര് ഷാരി എന്നാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നടത്തുന്ന ഒരു ടൂർ കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് കുറച്ച് ഫണ്ണായിട്ടുള്ളൊരു പേരാണ്, ഡോറയുടെ പ്രയാണം. അപ്പോൾ ഡോറയുടെ പ്രയാണം എന്ന് പറയുന്ന ഈ ഒരു ടൂർ കമ്പനിയുടെ ആദ്യത്തെ യാത്രയാണ്. ഈ യാത്ര പോകുന്നത് ഞങ്ങളൊരു 1 ഡേ ആണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വേറെ എവിടെയുമല്ല, കോയമ്പത്തൂരാണ്. ഏറ്റവും ആദ്യം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മരുതമലൈ എന്ന് പറയുന്ന ടെമ്പിളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്, എല്ലാവർക്കും അറിയാം. ആ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് പാറമേക്കാവിൻ്റെ മുന്നിൽ നിന്നാണ്. ഏകദേശം സമയം 6:35 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്ക് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇടയിൽ വല്ല ബ്ലോക്കോ പരിപാടികളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും 3 മണിക്കൂർ യാത്ര കൊണ്ട് നമ്മൾ മരുതമലൈ ക്ഷേത്രത്തിലെത്താൻ പോവാണ്. തനിച്ചല്ല ഈ യാത്ര. ഈ ഒരു ടീമിൻ്റെ കൂടെ 27 മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം അവർ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടീമിനോടൊപ്പം ഞാനും യാത്ര ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഒരു യാത്രയിൽ കൂട്ടായിട്ട് നിങ്ങൾ ഓരോരുത്തരും വേണം. നിങ്ങളും അത് എൻജോയ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ഒരു ദിവസം നിങ്ങളും സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡി ആവുക. അപ്പം നമ്മൾ തുടങ്ങുകയാണ് ഈ യാത്ര. കുളിച്ചു ചന്ദ്രികാവസന്തം മരുതമലൈ ക്ഷേത്രത്തിൻ്റെ താഴെ എത്തി എന്ന് പറയാം. നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടില്ല. ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി 12 മണി കഴിഞ്ഞതുകൊണ്ട് 1 മണി വരെ ഇവിടെ അമ്പലമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്റ്റെപ്സ് ഒന്നും കയറാൻ പറ്റാത്തവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നിന്നുള്ള ലൈൻ ബസ്സുകളുള്ള ഒരു സ്ഥലമാണ്. ഒരാൾക്ക് 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ബസ്സിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഈ 10-700 സ്റ്റെപ്സ് എന്നുള്ളത് കയറാതെ ഒരു 100 സ്റ്റെപ്സിനുള്ളിൽ കയറി അമ്പലത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ സമയം ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കണം. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കയറി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പ്രായമായിട്ടുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അത്രയും സ്റ്റെപ്സ് കയറാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചോയ്സ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 10 രൂപയുടെ ടിക്കറ്റ് ചാർജ് എടുത്ത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്താൻ പോവാണ്. ഇനി ബാക്കി വിശേഷം നമുക്ക് അവിടെ വിശേഷം. സമയത്തിനുള്ളിൽ നമുക്ക് തൊഴാനായിട്ട് പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇത് മുരുകൻ്റെ ക്ഷേത്രമാണ്. ഏകദേശം 1000 വർഷം പഴക്കമുണ്ട് ഈ ഒരു മരുതമല എന്ന് പറയുന്നത്.
അങ്ങനെ ഞങ്ങൾ മരുതമല ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 1 മണിയോട് മുമ്പ് തന്നെ നമുക്ക് വരാൻ പറ്റിയതുകൊണ്ട് തൊഴാനായിട്ട് പറ്റി. 2 മണിക്കാണ് പിന്നെ ഇത് വീണ്ടും ഉച്ചയ്ക്ക് ഓപ്പൺ ചെയ്യാം. തീർച്ചയായിട്ടും കോയമ്പത്തൂരിൽ വരുന്ന ആൾക്കാർ ഈ മരുതമല ക്ഷേത്രം തീർച്ചയായിട്ടും ദർശിക്കണം. ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. അതിന് ഞങ്ങൾ ഇപ്പോൾ 4 മണിയായി. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഒരു മരുതമല ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നമുക്ക് ഏകദേശം ഇങ്ങോട്ടേക്ക് ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിൽക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാര്യം അങ്ങനത്തെ കാറ്റാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വണ്ണം കുറവുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. കാറ്റത്ത് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനൊക്കെ ഏകദേശം പറന്നു പോകുന്ന ഒരു ലെവലായി എന്നുള്ളതാണ്. ധ്യാനലിംഗ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എൻട്രിയിൽ വരുമ്പോൾ തന്നെ ഒരു നമ്മുടെ ചപ്പലും ബാഗൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഫ്രീ ആണത്. അതൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാം. ഇതിനുള്ളിലേക്ക് മൊബൈലും ക്യാമറയും ഒന്നും കടത്താൻ പാടില്ല. ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ മെഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ധ്യാനലിംഗ ടെമ്പിളിൽ സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്ന് പറയുന്ന 2 തീർത്ഥങ്ങളുണ്ട്. ലേഡീസിനും ജെൻസിനും കുളിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. അത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നൽകുന്ന ഒരു കാര്യമാണ്. അത്
അത് കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ട് നമുക്കറിയാം. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പോയ അങ്ങനെ ഡോറയുടെ പ്രയാണം ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ധ്യാനലിംഗ ടെമ്പിളിൽ പോയി തീർത്ഥക്കുണ്ടിൽ കുളിച്ചു. പിന്നെ അവിടുത്തെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തു. ഒരു 5:50 മുതൽ 6:10 വരെ നാഗ ആരാധന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ഒരു അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. സോ ഈ ഒരു ട്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഒരു 10:00 ഞങ്ങൾ തൃശ്ശൂരിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടി എന്നാണ് അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും കോയമ്പത്തൂർ എന്ന് പറയുന്നത് വലിയ അകലെയുള്ള ഒരു കാര്യമൊന്നുമല്ല. ഈശ യോഗ സെൻറ്ററിൽ എല്ലാവരും വരിക. ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡേ ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് പോലെ തന്നെ നമുക്ക് ലഭിച്ചു. അപ്പോൾ ഡോറയുടെ പ്രയാണം എന്ന് പറയുന്ന ഈ ടൂർ കമ്പനിയുടെ ഇതുപോലെയുള്ള യാത്രകൾ ഇനിയും ഉണ്ടാവും. എവിടെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമ്മൾ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഷാരീസ് ബേ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കൂടുതൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രകൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ